നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തെ ചർച്ചയ്ക്കായി ഒരുങ്ങി വെട്ടിലായി UDF. പ്രസിദ്ധീകരിച്ച ദേശീയ ദിനപത്രം തന്നെ ഖേദപ്രകടനം നടത്തിയ അഭിമുഖം പൊടി തട്ടിയെടുത്ത കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയാണ് പാർട്ടിയുടെ മലപ്പുറം വിരുദ്ധ നിലപാട് ഇപ്പോൾ ചർച്ചയായി മാറുന്നത്. ജില്ലയുടെ രൂപീകരണം തൊട്ട് കോൺഗ്രസ് സ്വീകരിച്ചു വരുന്ന മലപ്പുറം വിരുദ്ധ നിലപാടാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. മലപ്പുറം ജില്ലാ രൂപീകരണത്തെ എതിർത്തത് കോൺഗ്രസും ജനസംഘവുമായിരുന്നില്ലേ എന്നാണ് പാർട്ടിയോടായി ഉയരുന്ന ചോദ്യം. ജീവൻ പോയാലും രൂപീകരണം അനുവദിക്കില്ലെന്ന് പറഞ്ഞവരുടെ പിന്മുറക്കാരാണ് മലപ്പുറം സ്നേഹവുമായി രംഗത്ത് വരുന്നതെന്നും വിമർശനം ഉയരുന്നു. വികസനവും സർക്കാർ സംവിധാനങ്ങളുടെ കാര്യക്ഷമമായ നടത്തിപ്പും ലക്ഷ്യം വെച്ചാണ് മലപ്പുറം ജില്ലയെന്ന ആവശ്യം ഉയർന്നു വന്നത്. എന്നാൽ ജനസംഘവും കോൺഗ്രസും മലപ്പുറം ജില്ലയെ തിരഞ്ഞെടുത്ത് നിരന്തര പ്രക്ഷോഭമാണ് നടത്തിയിരുന്നത്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും മലപ്പുറം ജില്ലയുടെ പിറവിയെ എത്ര അസഹിഷ്ണുതയോടെയാണ് കണ്ടതെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ പറഞ്ഞിരുന്നു. ആര്യാടൻ മുഹമ്മദ് ഉൾപ്പെടെ മലപ്പുറത്തിനെതിരെ നടത്തിയ പോരാട്ടം മുസ്ലിം ലീഗുകാർക്ക് എന്നെങ്കിലും മറക്കാനാവുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. കഴിഞ്ഞ ദിവസം UDF മണ്ഡലം കൺവെൻഷനിലായിരുന്നു KC വേണുഗോപാൽ പഴയൊരു വിവാദം വീണ്ടും പൊടിതട്ടിയെടുത്തത്. കേരളത്തിൽ കൂടുതൽ സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നത് മലപ്പുറത്താണെന്നുള്ള മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിലെ പരാമർശമാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ ആയുധമാക്കാൻ നോക്കിയത്. എന്നാൽ ഇക്കാര്യം അന്നേ മുഖ്യമന്ത്രി നിഷേധിക്കുകയും അഭിമുഖം പ്രസിദ്ധീകരിച്ച ദേശീയ ദിനപത്രം തെറ്റുപറ്റിയത് സമ്മതിച്ച് ഖേദപ്രകടനം നടത്തുകയും ചെയ്തിരുന്നു. പത്രത്തിന് സംഭവിച്ച തെറ്റാണെന്ന കാര്യം നേരത്തെ തന്നെ തുറന്നു കാട്ടപ്പെട്ടെങ്കിലും പരാജയ ഭീതിയിൽ വ്യാജ ആരോപണങ്ങളുമായി മുന്നോട്ടു പോകാൻ ശ്രമിക്കുകയായിരുന്നു കോൺഗ്രസ് നേതാക്കൾ. KC വേണുഗോപാലിന് പിന്നാലെ VD സതീശനും മറ്റ് നേതാക്കളും വിഷയം ഏറ്റുപിടിച്ചു. മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയെ തിരഞ്ഞെടുത്ത് പരാമർശം നടത്തിയെന്നും സംഘപരിവാർ ആരോപണത്തിന് കുടപിടിച്ചുവെന്നും VD സതീശൻ ആരോപിച്ചു. കോൺഗ്രസിന്റെ മലപ്പുറം വിരുദ്ധ നിലപാട് ചർച്ചയാവുന്നത് UDFനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. പാണക്കാട് തങ്ങൾമാരെ ഉൾപ്പെടെ അധിക്ഷേപിക്കുകയും വ്യക്തിഹത്യ നടത്തുകയും ചെയ്തത് ആര്യാടൻ മുഹമ്മദും മറ്റു കോൺഗ്രസ് നേതാക്കളുമായിരുന്നു. മുസ്ലിം ലീഗിനോടുള്ള വിദ്വേഷം തീർക്കാൻ ശക്തമായ മുസ്ലിം വിരുദ്ധ സമീപനം സ്വീകരിച്ച കോൺഗ്രസ് നേതാക്കൾ പാണക്കാട് ആശീർവാദത്തിന് കാത്തു നിൽക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ചരിത്രത്തിലെ യാഥാർത്ഥ്യങ്ങൾ മറഞ്ഞു കിടക്കുമെന്ന് കരുതി മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞ കോൺഗ്രസ് തീർത്തും പ്രതിസന്ധിയിലായ അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. എന്നാൽ കോൺഗ്രസ് മലപ്പുറം ജില്ലയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ചത് ന്യൂനപക്ഷം ഭൂരിപക്ഷമായതുകൊണ്ടാണെന്ന് CPI പോളിറ്റ് ബ്യൂറോ അംഗം AV ജയരാഘവൻ പറഞ്ഞു. അസത്യം പ്രചരിപ്പിച്ച് വിവാദം സൃഷ്ടിക്കാനും അതിലൂടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയേതരമാക്കാനുമാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത്. ആര്യാടൻ മുഹമ്മദിന്റെ നേതൃത്വത്തിലാണ് മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ സമരം നടത്തിയത്. പ്രതിപക്ഷ നേതാവ് മുന പോയ ആയുധങ്ങൾ കൊണ്ടാണ് യുദ്ധരംഗത്തേക്ക് വന്നിരിക്കുകയാണെന്നും വിജയരാഘവൻ പരിഹസിച്ചു. നിലമ്പൂരിൽ മികച്ച LDF സ്ഥാനാർത്ഥി വന്നതോടെ UDF ആശങ്കയിലാണ്. അതുപോലെ നിലമ്പൂരിൽ PV അൻവറിന് ആം ആദ്മി പിന്തുണയില്ല. തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ നൽകിയ നാമനിർദ്ദേശ പത്രിക തള്ളിയ സാഹചര്യത്തിലാണ് തീരുമാനം. ദേശീയ നേതൃത്വം ഇക്കാര്യം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അൻവർ രൂപീകരിച്ച ജനാധിപത്യ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയിലും ഭാഗമാകേണ്ടതില്ലെന്നാണ് ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ സംസ്ഥാന നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. മാത്രമല്ല, ഒടുവിൽ K സുധാകരനും PV അൻവറിനെ കൈവിട്ടു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് കേരള കൺവീനർ അൻവറുമായി ഇനി ഒരു ചർച്ചയില്ലെന്ന് മുൻ KPCC അധ്യക്ഷൻ K സുധാകരൻ MP പറഞ്ഞു. ഇതോടെ അൻവർ വാർത്താ സമ്മേളനത്തിൽ പുകഴ്ത്തിയിരുന്ന സുധാകരന്റെ നിലപാടും വ്യക്തമായി. അൻവർ വിഷയം തേഞ്ഞു മാഞ്ഞു പോയെന്നും നിലമ്പൂരിൽ കാര്യങ്ങൾ ജോറാണെന്നും ഇത്രയും സ്പിരിറ്റ് ഉൾക്കൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണം ഇതിനു മുമ്പ് കണ്ടിട്ടില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. അതോടൊപ്പം ഉപതെരഞ്ഞെടുപ്പ് LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ ആദ്യഘട്ട പര്യടനം ഇന്നലെ വഴിക്കടവ് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലായിരുന്നു. നാരോക്കോ, തണ്ണിക്കടവ്, മുണ്ടപ്പൊട്ടി, ചക്കപ്പാടം, മേലെ മാമാങ്കര, കമ്പളക്കല്ല്, വരക്കുളം, മൊടപ്പൊയ്ക്ക, മുണ്ട, മണിമൂളി, രണ്ടാം പാടം, പൂവത്തിപ്പൊയിൻ, പുന്നക്കൽ, കാരക്കോട്, ആനപ്പാറ, പഞ്ചായത്തങ്ങാടി തുടങ്ങിയ കേന്ദ്രങ്ങളിൽ ഇന്നലെ സ്ഥാനാർത്ഥി വോട്ടർമാരെ കണ്ടു. LDF സ്ഥാനാർത്ഥിയുടെ ഇന്നലത്തെ പര്യടനം CPI സംസ്ഥാന കമ്മിറ്റി അംഗം M പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. TK ഹംസ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിവിധ കേന്ദ്രങ്ങളിൽ A അനസ്, K രേണുക, അനിൽ നിറവിൽ, P രതീഷ്, ജസീർ കുരിക്കൽ എന്നിവർ സംസാരിച്ചു.